ഹായ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. പതിവുകളൊന്നും തെറ്റിക്കണില്ല. ദാ വേഗം ചായക്കുള്ള വെള്ളം ഒരടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇതാ കുക്കറിൽ ഞാൻ ചെറുപയറാണ് ഒക്കെ കഴുകി കൊടുന്ന് ഒരു ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സ്പൂണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട്. സ്പൂൺ ഇടുന്നത് പിന്നെ അധികം അങ്ങനെ തിളച്ച് കുക്കറിൻ്റെ മേലെ കൂടെ അങ്ങനെ ചിന്തി മറിഞ്ഞു പോവില്ലേ, അതിനാണ് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ ആവലില്ല, എനിക്ക് അങ്ങനെയാണ്. ഇനിയിപ്പം ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങളും കൂടെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടോ. അങ്ങനെ അത് രണ്ടും ഓരോന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിതാ നേരെ അപ്പുറത്തേക്ക് വന്നാണ് തീ കത്തിച്ചു. സാധാരണ ഞാൻ കുളിക്കാനൊക്കെ ഉള്ള വെള്ളമാണ് വെക്കൽ. ഇന്നിപ്പോൾ ചോറ് ഉണ്ടായിരുന്നില്ല കേട്ടോ, നിച്ചുവിന് കൊടുത്ത് വിടും വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഫസ്റ്റ് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അപ്പം ഞാനും കണ്ടത് എന്താണ് ഇപ്പോൾ ഈ നാര് ഇങ്ങനെ കാണുന്നത് എന്നുള്ളത്. ആ ചാക്കിൻ്റെ നൂല് ഇങ്ങനെ വലിഞ്ഞു വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെയാണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അതൊന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കറിക്കുള്ള സാലിനെ ഒന്ന് ഇപ്പുറത്തുനിന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചായ അപ്പോഴത്തേക്കും തിളച്ച് അത് അവിടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ട് ഞാൻ വെളുത്തുള്ളിയും എല്ലാം പാടെ ഇട്ടിട്ട് തന്നെ ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീനും നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. കറിക്കുള്ള സാലിന് ഇവിടെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വേഗം ഒന്ന് പണികൾ തീർത്തിട്ട് എനിക്കൊന്ന് ടൗണിലും പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം പാടെ ഞാൻ കിട്ടുന്ന ചാൻസിൽ വേഗം ഓരോന്നോരോന്ന് ചെയ്യാണ്. അപ്പം കറീൻ്റെതൊക്കെ ഒന്ന് വാടി വന്നപ്പം അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് മീൻ കറിക്കുള്ളതൊന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ നന്നാക്കി കൊണ്ടുവന്നിട്ട് അതിലൊന്നിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ചെറുപയറൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ഭൂരിയാണ്. അപ്പം അതിലേക്കുള്ളതാ പൊടിയൊന്ന് ഞാനൊരു ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഭൂരിക്ക് മാവ് കുഴച്ചെടുക്കൽ. അപ്പോൾ അത് കുഴക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതാ പൊടിയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വേഗം കുഴച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കടിയൊക്കെ ആക്കണം. പിന്നെ നിച്ചുവിന് ഇന്ന് സ്കൂളിലേക്ക് ചോറിന് ഞാൻ ക്യാരറ്റ് പിന്നെ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് അത് ഉപ്പേരിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ഇപ്പുറത്തുനിന്ന് ആക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു തിരക്കായിരുന്നു കേട്ടോ രാവിലെ. കുറച്ച് നമ്മൾ എണീക്കാനും കൂടെ നേരം വൈകിയാൽ പിന്നെ പറയേണ്ടി വരില്ല കേട്ടോ രാവിലത്തെ കാര്യം. നേരത്തെ എണീക്കി കാണുന്നുണ്ടെങ്കിൽ എല്ലാം സമാധാനത്തിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ ഒരിത്തിരി നേരം വൈകിയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരിയും കൂടെ അപ്പുറത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പൂരി ഞാൻ അതിൻ്റെ ഇടയിൽ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വേഗം ഞാനും ചായ കുടിച്ചു. പിന്നെ മക്കളും എല്ലാവരും ചായ കുടിച്ചിട്ട് പോകാനുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ പോവലും കഴിഞ്ഞു. എൻ്റെ ചായ കുടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി മീനൊക്കെ നന്നാക്കി കൊടുന്നു. അത് കറിയിലിട്ടിട്ടുണ്ട്, പൊരിക്കാനുള്ളത് പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി എല്ലാ പണികളും എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.